വിൻസെന്റിന്റെ ഭാർഗവി നിലയം എന്ന സിനിമയിലൂടെയാണ് ആദ്യമായി കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രേതം കൂടുന്നത്. വിൻസെന്റ് മാഷിന്റെ ചുവട് പിടിച്ച് പലരും വന്നു. ഭാർഗവിക്കുട്ടി മലയാള സിനിമയിലെ പ്രേതങ്ങളുടെ മാതൃകയായി. പലപ്പോഴും ഹൊറർ ഒരു തമാശയും. ഈ വെള്ളസാരി വാടക വീട് ട്രെൻഡ് മറികടന്ന സംവിധായകനാണ് രാഹുൽ സദാശിവൻ. കാണിയിലെ പേടിയെ അയാൾ പുതിയ വഴികളിലൂടെ പുറത്തെത്തിച്ചു. അത് DS ഇറയിലും ആവർത്തിക്കുകയാണ്. പ്രണവ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന റോഹൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് DS ഇറയുടെ കഥ വികസിക്കുന്നത്. റോഹനെ അവതരിപ്പിക്കുന്ന ആദ്യ ഫ്രെയിമിൽ, ആദ്യ സീനിൽ നിന്ന് തന്നെ നമുക്ക് അയാളുടെ സ്വഭാവത്തെ വായിച്ചെടുക്കാം. പണക്കാരനായ അച്ഛന്റെ ജീവിതത്തെ ആർത്തുല്ലസിക്കുന്ന മകൻ. അയാളിലൂടെയാണ് നമ്മൾ ന്യായവിധി നാളിലേക്ക് കടക്കുന്നത്. അതെ, മരിച്ചവരും ജീവിക്കുന്നവരും ദൈവത്തിന്റെ സിംഹാസനത്തിന് മുന്നിൽ ന്യായവിധിക്കായി മുട്ടുകുത്തി നിൽക്കുന്ന ദിനം. ഈ ഭൂമിയിൽ അടങ്ങാത്ത ആഗ്രഹങ്ങൾ അവശേഷിപ്പിച്ചു പോയ ഒരാളുടെ ക്രോധത്തിന്റെ നിഴൽ റോഹനിൽ പതിക്കുന്നു. ചുറ്റും നടക്കുന്നതിൽ എന്തോ അപാകതയുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അതിന്റെ കാരണങ്ങൾ വിശദീകരിക്കാൻ അവന് സാധിക്കുന്നില്ല. അവിടെയാണ് മധുസൂദനൻ പോറ്റി എന്ന കഥാപാത്രം കടന്നു വരുന്നത്. പ്രേക്ഷകരോടും റോഹനോടും കാര്യങ്ങളുടെ കിടപ്പുവശം അവതരിപ്പിക്കുന്നത് ഈ കഥാപാത്രമാണ്. ചിലർ തങ്ങളുടെ ഇഷ്ടങ്ങളെ മുറുക്കെ പിടിക്കും. മരിച്ചാലും അവർ ആ പിടുത്തം വിടില്ല. അതാണ് ഈ സിനിമയുടെ കാതൽ. ഭൂതകാലവും ഭ്രമയുഗവും നൽകിയ ആത്മവിശ്വാസം രാഹുലിന്റെ കഥ പറച്ചിലിൽ പ്രകടമാണ്. തന്റെ ശൈലിയിൽ ഉറച്ചു നിന്നാണ് രാഹുൽ കഥ പറയുന്നത്. റോഹൻ എന്ന കഥാപാത്രമായി തന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് പ്രണവ് മോഹൻലാൽ കാഴ്ചവെക്കുന്നത്. പ്രണവ് ഞെട്ടുമ്പോൾ കാണികളെ ഞെട്ടിക്കാൻ ഇടയ്ക്ക് ചില സിനിമാറ്റിക് പൊടിക്കൈകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം സമയവും അയാളുടെ കണ്ണുകളിലൂടെയാണ് നമ്മളിലേക്ക് ഭയം ഇരച്ചു കയറുന്നത്. ഈ സിനിമയിൽ ഡയലോഗുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ അഭിനേതാക്കളുടെ ശരീരമാണ് പ്രേക്ഷകനുമായി സംവേദിക്കുന്നത്. വ്യക്തമായ ഭാഷയിൽ പ്രണവിന്റെ ശരീരം നമ്മളോട് സംസാരിക്കുന്നു. മധുസൂദനം പോറ്റി അവതരിപ്പിച്ച ജിബിൻ ഗോപിനാഥിന്റെ പ്രകടനവും എടുത്തു പറയണം. മധുസൂദനം പോറ്റി ഒരു സാധാരണക്കാരനാണ്. അതേസമയം അയാളിൽ നമുക്കൊരു അസാധാരണത്വവും തോന്നുന്നു. ജിബിൻ അത് അഭിനയിച്ച് ഫലിപ്പിച്ചു. ജയക്കുറുപ്പ്, അരുൺ അജികുമാർ എന്നിവരുടെ പ്രകടനവും എടുത്തു പറയണം. കഥാപാത്രങ്ങൾ എന്ന പോലെ ഇടങ്ങൾക്കും ഈ സിനിമയിൽ വലിയ പ്രാധാന്യമുണ്ട്. റോഹന്റെ വലിയ വീടാണ് അതിൽ പ്രധാനം. സാധാരണ പ്രേതപ്പടങ്ങളിൽ കാണുന്ന ഇടുങ്ങിയ ശ്വാസം കടക്കാത്ത മുറികൾക്ക് പകരമായി ഇവിടെ ഒരു വിശാലമായ അർബൻ ഡിസൈനിലുള്ള വീടാണ് രാഹുൽ ഭയം വിതയ്ക്കാനായി ഒരുക്കുന്നത്. കഥ അവസാനിക്കുന്നത് ഇതിന് നേർ വിപരീതമായ ഒരു സ്ഥലത്തും. സിനിമയുടെ അവസാനത്തിൽ തന്റെ പ്രേക്ഷകർക്കായി ഒരു സർപ്രൈസും രാഹുൽ ഒരുക്കിയിട്ടുണ്ട്. ഈ കഥ നമ്മൾ പലകുറി കേട്ടതാണ്. അടുത്തത് എന്ത് എന്ന് നമുക്ക് ഊഹിക്കാനും സാധിക്കും. പക്ഷേ അത് ഒരുക്കിയിരിക്കുന്ന വിധമാണ് DS ഇറയെ വ്യത്യസ്തമാക്കുന്നത്. ഷഹനാസ് ജലാലിന്റെ സിനിമാറ്റോഗ്രഫി നിഴലിലും വെളിച്ചത്തിലും മനോഹരമായ ഫ്രെയിമുകൾ സൃഷ്ടിച്ചു. ഷഫീഖ് മുഹമ്മദ് അലിയുടെ എഡിറ്റിംഗും മികച്ചു നിന്നു. എന്നാൽ കയ്യടികൾ കൊണ്ടുപോകുന്നത് കമ്പോസർ ക്രിസ്റ്റോ സേവിയറും സൗണ്ട് ഡിസൈനർ ജയദേവൻ ചക്കാടത്തുമാണ്. വയോള, വയലിൻ, ചെല്ലോ എന്നിങ്ങനെ നിരവധി സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചാണ് ക്രിസ്റ്റോ സിനിമയുടെ പശ്ചാത്തലം ഒരുക്കിയിരിക്കുന്നത്. ഇവയുടെ ശബ്ദം വേണ്ടിടത്ത് ഉയർത്തിയും അല്ലാത്തിടത്ത് നിശബ്ദമാക്കിയും ഒരു ഒപ്പേറ പോലെ അയാൾ സിനിമയെ കൊണ്ടുപോകുന്നു. ക്ലീഷകളെ പോലും പുതിയ പോലെ അവതരിപ്പിക്കുന്നു. പശ്ചാത്തല സംഗീതം നിശബ്ദമാകുന്നിടത്ത് പരിസരം മിണ്ടിത്തുടങ്ങും. ചുറ്റും ആരോ ശ്വസിക്കുന്നത് പോലെ. DS ഇറ എന്ന ടൈറ്റിലും ഈ ഈണമുണ്ടാക്കുന്ന അസ്വസ്ഥതയും സിനിമയുടെ ആഖ്യാനത്തെയും സംഗീതത്തെയും വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ട്. DS ഇറ എന്ന ലത്തീൻ വാക്കിന്റെ അർത്ഥം ക്രോധത്തിന്റെ ദിനം എന്നാണ്. 12ാം നൂറ്റാണ്ടിൽ തോമസ് ഓഫ് സെലാനോ എഴുതിയ ഈ സങ്കീർത്തനം ഒരു കാലത്ത് റോമൻ കാത്തലിക് ചർച്ച് മരണാനന്തര ചടങ്ങുകളിലാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് പല സംഗീതജ്ഞരും പല വിധത്തിൽ ഈ ജോർജിയൻ ചാന്റ് ഉപയോഗിച്ചു. എന്തിനേറെ പറയുന്നു, ഷൈനിങ്, ഫ്രോസൺ 2 പോലുള്ള സിനിമകളിൽ പോലും. ഇതിൽ ഹെക്ടർ ബെർലിയോസ് എന്ന സംഗീതജ്ഞൻ DS ഇറയെ തീർത്തും വ്യത്യസ്തമായ രീതിയിലാണ് സമീപിച്ചത്. അദ്ദേഹം DS ഇറ മെലഡിയെ ടെക്സ്റ്റിൽ നിന്ന് അടർത്തി തന്റെ പ്രണയവുമായി ചേർത്ത് വെച്ചു. അതിന് കാരണം ഹാരിയറ്റ് സ്മിത്സൺ എന്ന ഐറിഷ് നടിയോട് ബെർലിയോസിന് തോന്നിയ പ്രണയമായിരുന്നു. ഒരിക്കൽ പാരീസിൽ വെച്ച് ഹാംലെറ്റ് എന്ന നാടകത്തിൽ ഹാരിയറ്റ് അഭിനയിക്കുന്നത് ബെർലിയോസ് കാണാനിടയായി. കണ്ട മാത്രയിൽ ബെർലിയോസിന് ആ നടിയോട് പ്രണയം തോന്നി. അയാൾ അവളെ പിന്തുടർന്നു. പൂവുകൾ അയച്ചു, കത്തുകൾ എഴുതി. തെരുവിലൂടെ അവൾ നടന്നു പോകുന്നത് നിരീക്ഷിക്കാൻ ഒരു അപ്പാർട്ട്മെന്റ് പോലും വാടകയ്ക്കെടുത്തു. ആ പ്രണയം ഹാരിയറ്റ് നിരസിച്ചതോടെ വിഭ്രാന്തിക്ക് സമമായ അവസ്ഥയിലേക്ക് ബെർലിയോസ് കടന്നു. അയാളുടെ ഭ്രാന്തമായ ഭാവനയിൽ ഒരു കറുത്ത പൂവ് വിരിഞ്ഞു. ആ ദുസ്വപ്നമായിരുന്നു സിംഫണി ഫാന്റാസ്റ്റിക്. ഈ സിംഫണിയിലെ ഡ്രീം ഓഫ് എ വിച്ച് സാബത്ത് എന്ന ഭാഗത്ത് DS ഇറ മെലഡി കേൾക്കാം. മരണത്തിന്റെ ഇതൾ വിരിയുന്നത് പോലെ. ഈ ദുസ്വപ്നത്തിന്റെ ഈണവും അതിന്റെ പിന്നിലെ കഥയുമായിരിക്കണം രാഹുൽ സദാശിവന്റെ പ്രചോദനം. മരണത്തിന്റെ മെലഡിയും ഉന്മാദത്തോടടുത്ത പ്രണയവും.